രണ്ട് കുട്ടികൾ കടൽ തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് അതിലൊരുത്തിന് വെള്ളത്തിൽ നിന്ന് വിചിത്രമായ ഒരു പഴയ മരക്കഷ്ണം കിട്ടിയത്. അവൻ അതെടുത്തിട്ട് അതിലുണ്ടായിരുന്ന ഒരു ചെറിയ ദൂരത്തിലൂടെ നോക്കി. കണ്ട കാഴ്ച അവനെ ഭയചിതനാക്കി കളഞ്ഞു. അവൻ വേഗം തന്നെ കൂട്ടുകാരനോട് ഇക്കാര്യം പറഞ്ഞെങ്കിലും കടൽ തികച്ചും ശാന്തമായി കാണപ്പെട്ടതുകൊണ്ട് അവനത് വിശ്വസിച്ചില്ല. എങ്കിലും എന്തോ ഒന്ന് തങ്ങളുടെ നേരെ അടുത്തു വരുന്നുണ്ടെന്ന് ആ കുട്ടി നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അടുത്തുണ്ടായിരുന്ന ഒരു മനുഷ്യനെ കുട്ടിയുടെ ഈ വിചിത്രമായ കഥകൾ കേട്ട് ദേഷ്യം വന്നു. അതേസമയം ആ നിഗൂഢ രൂപം കൂടുതൽ അടുത്തേക്ക് വരികയായിരുന്നു. കുട്ടി ആ മരക്കഷ്ണം കൂട്ടുകാരന് കൊടുത്തിട്ട് ആ ദൂരത്തിലൂടെ നോക്കാൻ പറഞ്ഞു. നോക്കിയ ഉടനെ അവൻ പേടിച്ചു വിറച്ചുപോയി. എണ്ണമറ്റ കൈകൾ പുറത്തേക്ക് നീളുന്ന വലിയൊരു വാഴയുള്ള ഒരു രൂപമാണ് അവൻ കണ്ടത്. രണ്ടു കുട്ടികളും ഉടൻ തന്നെ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. കുട്ടികൾ വെറുതെ ഭാവനയിൽ പറയുന്നതാണെന്നാണ് ആ മനുഷ്യൻ കരുതിയത്. അദ്ദേഹം ആ മരക്കഷ്ണം കയ്യിലെടുത്ത് അതിലെ ദൂരത്തിലൂടെ ഒന്ന് നോക്കി. ഇത്തവണ അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടത് ഒരു വലിയ നിഴലായിരുന്നു. എന്നാൽ മരക്കഷ്ണം താഴേക്ക് മാറ്റിയപ്പോൾ എല്ലാം വീണ്ടും സാധാരണ പോലെ തോന്നി. കൗതുകം അടക്കാനാവാതെ അദ്ദേഹം വീണ്ടും ആ ദൂരത്തിലൂടെ ഒന്നുകൂടെ നോക്കി. ഇത്തവണ അദ്ദേഹം പൂർണ്ണമായും ഭയന്നുപോയി. കാരണം ആ നിഗൂഢ ജീവി വളരെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. അലറിക്കൊണ്ടുവരുന്ന ഒരു ഭീമൻ ജീവിയാണ് അദ്ദേഹം കണ്ടത്. അതിന്റെ വായക്കുള്ളിൽ നിന്ന് എണ്ണമറ്റ ചെറിയ കൈകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഏറ്റവും ഭയാനകമായത് അതിന്റെ കണ്ണുകളായിരുന്നു. അവ കൃത്യമായി മനുഷ്യന്റെ മുഖങ്ങൾ പോലെയാണ് കാണപ്പെട്ടത്. വായയും പൊളിച്ച് ആ മൃഗം അദ്ദേഹത്തിന് നേരെ എടുത്തു വന്നു. പക്ഷെ പേടിച്ച് മരിവിച്ചു പോയ ആ മനുഷ്യനെ അവിടെ നിന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഒരു അദൃശ്യമായ ചുവരിലടിക്കുന്നത് പോലെ കടൽ പക്ഷികൾ ചത്തു വീഴുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത നിമിഷം ആ മനുഷ്യൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. കുറച്ചു കഴിഞ്ഞപ്പോൾ കടൽ തീരം വീണ്ടും ശാന്തമായി. ന്യൂസ് റിപ്പോർട്ടുകളിൽ ഇതൊരു സാധാരണ കാണാതാവൽ കേസ് മാത്രമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്.